പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റമദാനിൻ്റെ പോരിശയേറിയ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ, ഇതുവരെ നമ്മൾ ചെയ്ത നോമ്പും നമ്മുടെ നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാമല്ലോ, നോമ്പുകാരൻ നോമ്പ് പിടിച്ചുകൊണ്ട് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ കൂലിയാണ്. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാ, ഇന്നത്തെ വെള്ളിയാഴ്ച പകലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. സാധാരണ വെള്ളിയാഴ്ച ചെയ്യുന്ന സുന്നത്തിനേക്കാൾ ഉപരിയായി നമുക്ക് ഒരുപാട് സുന്നത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റിയ സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമ്മൾ ഇന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം. ഈ സ്വലാത്ത് ഒരു വട്ടം പറഞ്ഞാൽ തന്നെ 18 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. അത് സാധാരണ മാസം. പക്ഷേ ഈ ഒരു റമദാനിൽ വെള്ളിയാഴ്ച ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്ന 10 പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ ഈ സ്വലാത്തിൻ്റെ അർത്ഥം, അതൊക്കെ വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ കേട്ടതിനനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറന്നു പോവണ്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ പരിപാവനമായ ഈ റമദാൻ, ആ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ്, ദിനത്തിലാണ് നമ്മളെല്ലാവരെയും ചേർത്തിട്ടുള്ളത്. പടച്ച റബ്ബ് ഈ വെള്ളിയാഴ്ച ദിനത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, ശ്രേഷ്ഠതകളുണ്ടോ, അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് റമദാൻ മാസത്തിലെ 6ാമത്തെ ദിനമാണ്, 6ാമത്തെ നോമ്പാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി 7ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. നമ്മുടെ പള്ളികളിലൊക്കെ ഒരുപാട് തിരക്കുണ്ടാകുന്ന, സാധാരണയേക്കാൾ കൂടുതലായി ഒരുപാട് തിരക്കുകളുണ്ടാകും. കാരണം റമദാനാണ്, ആളുകൾക്ക് പള്ളിയിലേക്ക് നേരത്തെ പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാകും. റമദാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു മഹത്വം ജനങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ആളുകൾ നേരത്തെ പള്ളിയിലേക്ക് പോകുന്ന ഒരു ദിനമാണ്. അങ്ങനെ പോവേണ്ട ദിനമാണ്. ഇന്ന് ഇരു ഹറമുകളിലും മക്കയിലും മദീനയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ജുമാഅയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ പള്ളികളിലും അങ്ങനെയാവണം. അതായത് നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് പോവുക. നേരത്തെ പള്ളിയിലേക്ക് പോയി സൂറത്തുൽ കഹഫ്, അതുപോലെ തന്നെ സ്വലാത്ത്, മറ്റ് ദിക്റുകൾ, സ്വലാത്തുകളൊക്കെ പാരായണം ചെയ്ത് ഖുതുബയെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് പോകും. പല ആളുകളും ഈ റമദാൻ ആകുമ്പോൾ വരുന്ന ഒരു പ്രയാസം, ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉഷാറായി പള്ളിയിലേക്ക് പോകും, അവർ ഖുർആനൊക്കെ ഓതും, എന്നിട്ട് ഉസ്താദിൻ്റെ പ്രസംഗമൊക്കെ ചിലപ്പോൾ ആദ്യം കേൾക്കും, അല്ലെങ്കിൽ ഖുതുബ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ട് പതിയെ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോവാൻ പാടില്ല. ഉറങ്ങിപ്പോയാൽ പിന്നെ ജുമയുടെ പകുതി പ്രതിഫലം പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഖുതുബ ഓതുന്ന സമയത്ത് ഉണർന്നിരുന്ന് ആ ഖുതുബ ശ്രദ്ധിക്കാൻ പുരുഷന്മാരെല്ലാവരും ഇപ്പോഴേ മനസ്സിൽ കരുതുക. അതുപോലെ തന്നെ ഉമ്മമാർ നേരത്തെ തന്നെ ഉളുവൊക്കെ എടുത്ത് നിസ്കാര പൈലേക്ക് പോയി ളുഹർ നിസ്കാരം, അതിനു മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത്, ളുഹർ നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുക. പിന്നെ വിശുദ്ധമായ ഖുർആൻ പാരായണം എല്ലാം കൃത്യമാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു വെള്ളിയാഴ്ച ദിനത്തെ പരിഗണിക്കാനും അത് പരിഗണിച്ചവർക്ക് കിട്ടുന്ന പ്രതിഫലം നേടാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമദാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ്. റഹ്മത്തിൻ്റെ 10ൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കുന്ന പുണ്യമായ ആ ഒരു ദിക്ർ, അതുപോലെ തന്നെ റമദാനിൽ എല്ലാ ദിവസവും പറയേണ്ട ആ ദിക്ർ ഒരു 3 വട്ടം വീതം നമുക്ക് പറയാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
വിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ നോമ്പ് നാം അറിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന, നോമ്പിൻ്റെ പ്രതിഫലങ്ങൾ കുറഞ്ഞു പോകുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മുൻകഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായും പറയുന്നൊരു കാര്യം, നോമ്പുകാരായ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ നിരവധി പ്രതിഫലം കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് നോമ്പുകാരന് സുന്നത്തായ ചില കാര്യങ്ങൾ. ഇന്ന് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായതുകൊണ്ട് വെള്ളിയാഴ്ച ദിനത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടമാണ് നമ്മെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാനാണ്. റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ്. സ്വലാത്ത് പറയാൻ ഒരിക്കലും നമ്മൾ മറന്നു, അറിയാവുന്ന ഏത് സ്വലാത്ത് പറയാനും നമുക്ക് പറ്റും. സ്വലാത്ത് മറന്നു പോകരുത്. വെള്ളിയാഴ്ച ദിനമാണ്. വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ വെള്ളിയാഴ്ചയുടേതായ സുന്നത്തുകൾ ഒരുപാടുണ്ട്. കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിനത്തിൻ്റെ സുന്നത്തായ കുളി, ഞാൻ കുളിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് വെക്കുക. അതാണാവട്ടെ പെണ്ണാവട്ടെ. പെണ്ണുങ്ങൾ വിചാരിക്കും ഞങ്ങൾ പള്ളിയിലൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ ജുമാ നിസ്കരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ നിയ്യത്ത് വെക്കണോ? വെക്കണം. വെച്ചാൽ കൂലിയുണ്ട്. എങ്ങനെ? വെള്ളിയാഴ്ച ദിനത്തിൻ്റെ സുന്നത്തായ കുളി, ഞാൻ കുളിക്കുന്നു, ആ നിയ്യത്ത് മറന്നു പോകരുതേ. അതുപോലെ തന്നെ നഖം മുറിക്കുക, അത് സുന്നത്താണ്. നോമ്പുകാരന് നഖം മുറിക്കാൻ പറ്റുമോ ഉസ്താദേ? നോമ്പല്ലേ, നഖം മുറിക്കാൻ പറ്റുമോ? എന്താ ഇപ്പൊ കുഴപ്പം? ആര് പറഞ്ഞു നോമ്പുകാരന് നഖം മുറിക്കാൻ പാടില്ല എന്ന്? ആര് പറഞ്ഞു? നോമ്പ് മുറിയൊന്നുമില്ല കേട്ടോ. പണ്ടങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു, നോമ്പുകാരൻ നഖം മുറിച്ചാൽ എത്രയാണോ നഖം മുറിക്കുന്നത് ആ നഖം മുറിക്കുന്നതിനനുസരിച്ച് നോമ്പ് നഷ്ടപ്പെടുന്നു, നോമ്പ് കിട്ടൂല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പൊട്ടത്തരം പറയുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. നോമ്പുകാരന് നഖം മുറിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെയോ പുരുഷനാണെങ്കിൽ താടിയൊക്കെ ഒന്ന് ഒതുക്കാം, മീശ ഈ ചുണ്ടിൻ്റെ മുകളിൽ വെച്ച് വെട്ടാം, അതൊക്കെ സുന്നത്താണ്. പിന്നെ മറ്റ് ഗുഹ്യ രോമങ്ങളൊക്കെ നീക്കം ചെയ്യാം, അതൊക്കെ നല്ലതാണ്, അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞത് വെള്ളിയാഴ്ച ദിനത്തിൻ്റെ സുന്നത്തുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പാലിക്കുക. അതായത് സൂറത്തുൽ കഹഫ് പാരായണം, ഒരുപാട് സ്വതക്ക കൊടുക്കുക. ഇന്ന് പള്ളി പോകുന്ന എല്ലാവരും, പുരുഷന്മാരെല്ലാവരും കുറച്ച് പൈസ കരുതി തന്നെ പോവുക. കാരണം ജുമാ നിസ്കാരം കഴിയുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ടാവും, അവിടെ ഇവിടേക്ക് നിൽപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ആളുകളെ നമ്മളെ സഹായിക്കുക, ആ ദാനധർമ്മത്തിൻ്റെ പ്രതിഫലം നേടുക. പിന്നെ ഏത് പള്ളിയിലാണെങ്കിലും പള്ളിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ ബക്കറ്റ് പിരിവുമായിട്ട് വരുന്ന ബക്കറ്റുമായി ഇങ്ങനെ പോകും ഉസ്താദുമാർ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ പോകുമ്പോൾ സ്വാഭാവികമാണ് അങ്ങനെ ഒരു പിരിവ് നടക്കുന്നുണ്ട് പള്ളിയിൽ, ഉള്ളിലൊരു സ്വതക്ക. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഉള്ള പൈസ ഇടുക. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായ ചില പൈസയൊക്കെ സ്വരൂപിച്ച് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ആരെങ്കിലൊക്കെ തരുന്ന പൈസ, മക്കൾ തരുന്ന പൈസ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിഹിതം പള്ളിയിൽ പോകുന്ന ഭർത്താവാണെങ്കിൽ ഭർത്താവ്, വാപ്പയാണെങ്കിൽ വാപ്പ, ഇനി ഭർത്താവിൻ്റെ വാപ്പയാണെങ്കിൽ അവരുടെ കയ്യിൽ, മക്കളാണെങ്കിൽ മക്കളുടെ കയ്യിൽ, അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ബക്കറ്റ് വരുമ്പോൾ ഇട്ടേ കിട്ടുമെന്ന് പറഞ്ഞ് ഒരു സ്വതക്ക കൊടുത്തു വിട്ടൽ നല്ലതാണ്. നമ്മൾ തന്നെ സ്വതക്ക കൊടുത്ത പ്രതിഫലം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പാവപ്പെട്ട ആളുകളൊക്കെ വരുവാണെങ്കിൽ അവർക്കും നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി സ്വതക്കകളൊക്കെ കൊടുക്കുക. അപ്പോൾ സ്വതക്ക അധികരിപ്പിക്കേണ്ട ദിവസമാണ് പ്രത്യേകിച്ച് റമദാൻ മൊത്തം, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം. അതുപോലെ ഖുർആൻ പാരായണം, സൂറത്ത് കഹഫ് നമ്മൾ പാരായണം ചെയ്യും. മറ്റു സൂറത്തുകൾ, അറിയാവുന്ന ആയത്തുകളൊക്കെ നമ്മൾ ഓതാറുണ്ട്, നമ്മൾ ഓതണം. അതോടൊപ്പം തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക. ഇന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഒരു സ്വലാത്ത് പറഞ്ഞു തരാം. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയുടെ മഹത്വം മാനിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലുമൊക്കെ സ്വലാത്ത് പഠിക്കാറുണ്ട്. ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു സ്വലാത്ത് പറഞ്ഞു. ഈ സ്വലാത്ത് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, മൻ സ്വല്ല അലയ്യ ഫിൽ യൗമി മിഅത്ത മറ. ഒരു മനുഷ്യൻ ഒരു ദിവസം 1000 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ ഖലല്ലാഹു ലഹു മിഅത്ത ഹാജ, 1000 ആവശ്യങ്ങൾ അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കും. ഒരു ദിവസം 1000 സ്വലാത്ത്. ഉസ്താദേ വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഒരുപാട് തിരക്കുണ്ട്, റമദാനാണ്, ഖുർആൻ ഓതണം, ഒരുപാട് തിരക്കുണ്ട്, 1000 സ്വലാത്തൊന്നും ചൊല്ലാൻ പറ്റൂല. പറ്റുമെങ്കിൽ 1000, ഇല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രയും നമ്മൾ സ്വലാത്ത് ചൊല്ലുക. പിന്നെ പലതരത്തിലുള്ള സ്വലാത്തുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്, താജു സ്വലാത്ത്, കഞ്ചു സ്വലാത്ത്, അങ്ങനെ എണ്ണിയാൽ നിരവധി സ്വലാത്ത്, 4000-ലധികം സ്വലാത്തുകളുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാൻ, ഏത് സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലമുണ്ട്. ചില സ്വലാത്തുകൾക്ക് മറ്റു ചില സ്വലാത്തുകളെക്കാൾ വിഭിന്നമായിട്ട് അള്ളാഹു ചില പ്രത്യേക കൂലി തരും. അത് ആ സ്വലാത്തിൽ പറയുന്ന ചില വചനങ്ങൾ കാരണമായിട്ടാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ 18 ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ ഇടം കണ്ട് മരിക്കാനും, നമുക്ക് മുഖം ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നല്ല വെട്ടമായിരിക്കും. വെട്ടം എന്ന് പറഞ്ഞാൽ മുഖം വെളുത്തിരിക്കുന്നല്ല, ആ ഒരു പ്രകാശം ഉണ്ടാകും. മുഖം ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ
മരിച്ചു കിടക്കുന്ന ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖം പ്രകാശിച്ചു മരിക്കുക എന്ന് പറയും. അങ്ങനെ നമുക്ക് നല്ല മരണം, മോശമായ മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും നല്ല മരണം കിട്ടാനും ഇങ്ങനെ ഒരുപാടുണ്ട്. ഏകദേശം 10ഓളം പ്രതിഫലങ്ങൾ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഈ സ്വലാത്ത് മറ്റു മാസങ്ങളിൽ ചൊല്ലിയാൽ 18 ലക്ഷത്തോളം പ്രതിഫലമാണെങ്കിൽ വെള്ളിയാഴ്ച ദിനമാണ്, മാത്രമല്ല റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ്, ശ്രേഷ്ഠതകൾ ഒരുപാടുള്ള സമയമാണ്. അപ്പൊ റമളാനിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ 18 ലക്ഷമൊന്നുമല്ല, ഒരുപാട് നേട്ടമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. ആദ്യം ഏതാണ് ആ സ്വലാത്ത് നോക്കിയാലോ? നമുക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഉമ്മച്ചുമാരും ഉപ്പമാരും ഈ ഒരു സ്വലാത്ത് പറയണം. കണ്ടു പറഞ്ഞാൽ മതി, കാണാൻ തന്നെ പറയണമെന്നൊന്നുമില്ല. ഏതാണ് സ്വലാത്ത് നമുക്ക് ചൊല്ലിയാലോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിൽ ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഉസ്താദ്, ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന സ്വലാത്താണല്ലോ. അതെ, ആദ്യമായി നമ്മൾ കേൾക്കാത്ത എത്ര സ്വലാത്ത് ഉണ്ടെന്നറിയോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതല്ലേ നമ്മൾ കേട്ടിട്ടുള്ള സ്വലാത്ത്. പിന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, പിന്നെ കുറച്ച് സ്വലാത്ത് നമുക്കറിയാം. ഇതല്ലാതെ 4000-ലധികം സ്വലാത്ത് ഉണ്ടെന്നാണ്. അതിൽപ്പെട്ടൊരു സ്വലാത്താണ്. പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിൽ ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതിന്റെ അർത്ഥം ഒന്ന് കേൾക്കണ്ടേ? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. എങ്ങനെയുള്ള നബിയാണ്? ഇനി നബി തങ്ങളുടെ വിശേഷണം പറയുന്നു. അന്നബിയിൽ ഉമ്മിയി, ഉമ്മിയായ പ്രവാചകനാണ്. അത്വാഹിരിൽ ദകീ, പരിശുദ്ധനായ ബുദ്ധികൂർമ്മതയുള്ള പ്രവാചകനാണ്. സ്വലാത്തൻ, ഒരു ഗുണം നീ കൊടുക്കണയല്ലാ. തഹുല്ലു ബിഹിൽ ഉഖദു, കെട്ടുകൾ അഴിച്ചു കളയുന്ന, വതഹുക്കു ബിഹിൽ ഖുറബു, പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്ന ഒരു സ്വലാത്ത്. അല്ലാഹുവേ, വഅലാ ആലിഹി വസ്വഹ്ബിഹി, നബിതങ്ങൾക്ക് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണയല്ലാ. ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാ, നിന്റെ അറിവിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച്, ഓരോ ശ്വാസത്തിനനുസരിച്ചും ഓരോ നിമിഷത്തിനനുസരിച്ചും നിബിതങ്ങൾക്കും കുടുംബത്തിനും നീ അല്ലാഹുവേ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. ഒന്ന് സ്വലാത്ത് ചൊല്ലിയാൽ ഒന്നിച്ചു ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിൽ ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിൽ ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സ്വലാത്ത് നമുക്ക് ആത്മാർത്ഥമായി ഒരുപാട് വട്ടം ചൊല്ലാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ പറയപ്പെട്ട സ്വലാത്ത് ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ഏത് ദിവസവും നമുക്ക് ചൊല്ലാം. ചൊല്ലുന്നതിനനുസരിച്ച് നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പറയപ്പെട്ട സ്വലാത്തിന്റെ നേട്ടങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? ഇപ്പം തന്നെ നമുക്ക് താമസിക്കേണ്ട, പിന്നെ ചൊല്ലാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നുപോയാലോ. നമുക്ക് ഇപ്പം തന്നെ ഒരു 5 പ്രാവശ്യം ഈ സ്വലാത്തൊന്ന് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലിയാലോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. നമുക്ക് ഇപ്പം തന്നെ ചൊല്ലാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിൽ ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിൽ ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി
آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به القرب وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇത് റഹ്മത്തിന്റെ പത്താണ്. അള്ളാഹുവിൻ്റെ കരുണ നമ്മൾ ഒരുപാട് ചോദിച്ചു വാങ്ങേണ്ട ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന സുന്ദരമായ ആ ഒരു ദുആ പറയുന്നതോടൊപ്പം ഈ സ്വലാത്തും കൂടി ഉൾപ്പെടുത്തിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, കരുണ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹിൻ്റെ കരുണ ഇല്ലെങ്കിൽ നമ്മളൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തവരാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റൂല, അല്ലേ? കാരണം ഒരുപാട് ന്യൂനതകളുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആൻ എത്രയോ തജ്വീദ് തെറ്റാണ്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എത്രയോ നമുക്ക് ശ്രദ്ധ തെറ്റിപ്പോകുന്നു. നമ്മൾ പിടിക്കുന്ന നോമ്പിൽ എത്രയോ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. അതിന് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന സുന്ദരമായ ദുആ പറയുന്നതോടൊപ്പം തന്നെ ഈ സ്വലാത്തും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ ഈ വീഡിയോക്ക് താഴെയിൽ നമ്മൾ നോക്കിയാൽ എത്രയോ ദുആ വസിയത്താണ്, അല്ലെ? എത്രയോ ദുആ വസിയത്താൻ, വിഷമങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് എത്രയോ മുഅ്മിനീങ്ങളാണ്. അവർക്കൊക്കെ ആ വിഷമങ്ങളും സങ്കടങ്ങളും മാറാൻ, ദുനിയാവിലെയും ആഖിറത്തിലെയും സങ്കടങ്ങൾ മാറാൻ ഈ സ്വലാത്ത് നമുക്ക് പതിവാക്കാം. പിന്നെയോ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുമെന്ന് പോലും ഈ സ്വലാത്തിന് മഹത്തുക്കൾ പറയുകയാണ് നേട്ടം. പിന്നെയോ മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ ഇരിപ്പിടം കണ്ട് മരിക്കാനും അതുപോലെ തന്നെ വലതു കൈയിൽ നമുക്ക് കിതാബ് കിട്ടാനും സ്വർഗത്തിലേക്ക് സിറാത്ത് പാലത്തിൽ മിന്നൽ വേഗതയിൽ കടന്നു പോവാനും ഒക്കെ പറ്റുന്നൊരു സ്വലാത്താണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പ്രത്യേകിച്ച് ഇത് റമളാൻ മാസമാണ്. റമളാനിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ സാധാരണ മാസത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിനം നമ്മൾ അധികരിപ്പിക്കേണ്ട സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നോമ്പുകാരനായിട്ട് സുന്നത്തായി അധികരിപ്പിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, വിശുദ്ധമായ ഖുർആൻ ഓതുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി അല്ലാഹു തആലക്ക് വേണ്ടി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. പരമാവധി നേരത്തെ പള്ളിയിലേക്ക് പോവുക, നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ പള്ളിയിൽ ചെന്നാൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ആരും ഒരു പുരുഷന്മാരും മറന്നു പോകരുത്. നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന ആ ഇഅ്തികാഫിന്റെ നിയ്യത്ത് മറന്നു പോകരുത്. ഉമ്മമാർ വീട്ടിലാണെങ്കിൽ നിങ്ങൾ നിസ്കാരപ്പായിലേക്ക് കടക്കുമ്പോൾ ആ മുസല്ലയിൽ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇഅ്തികാഫിനെ കരുതിയെന്ന് നിയ്യത്ത് ചെയ്താൽ നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ കൂലിയല്ലേ. അപ്പോൾ റമളാൻ ആകുന്ന ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ റമളാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. പകൽ കുളിക്കാം, പക്ഷേ സുന്നത്ത് കിട്ടണമെങ്കിൽ റമളാനിൻ്റെ രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ഈ തറാവിഹ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അതായത് ഒരു 8:30ക്കാണ് സാധാരണ മിക്ക പള്ളിയിലും തറാവീഹ് നിസ്കാരമുള്ളത്, ചിലപ്പോൾ 8:15 8 മണിക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഏത് സമയത്താവട്ടെ ആ തറാവീഹിന് ഇശാ നിസ്കാരത്തിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് കുളിക്കാം. അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കും, ഒരു ചിലപ്പോൾ നോമ്പ് കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയം ഉണ്ടാവും, അതിനു മുമ്പ് എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നത് അപ്പോൾ, അല്ലെങ്കിൽ ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് കുളിക്കുക. അതെന്താണ്? സുന്നത്താണ്. ഇപ്പം നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോമ്പ് തുറന്ന് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ കുളിക്കാവൂ. അങ്ങനെയുണ്ട്. ഈ ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നൊരു പഴമക്കാർ പറയും. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. കാരണം ഈ വാതരോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആമവാദം എന്നൊക്കെ പറഞ്ഞ രോഗമുണ്ട്. അത് ഈ ഭക്ഷണം നമ്മുടെ വയറ്റിൽ ഇങ്ങനെ നിറഞ്ഞില്ല, അത് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നമ്മൾ ശരീരം അങ്ങനെ തണുപ്പിക്കരുതെന്നാണ്. അതായത് പുറമേ ചിലപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കും, അതുമൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. എന്തുമാവട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ പുറം ഭാഗം തണുപ്പിക്കുന്നത് സൂക്ഷിക്കുക. അത് പറയാറുണ്ട് പഴമക്കാർ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ കുളിക്കുന്നത് വാതരോഗം ഉണ്ടാവാൻ കാരണം. ഒരു അരമണിക്കൂറെങ്കിലും, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്, ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാവണം നമ്മൾ എന്ത് ചെയ്യുക, ഈ കുളിക്കുക. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മക്കളെ ആദ്യം ഇങ്ങനെ ഭക്ഷണം തീറ്റിച്ചിട്ട് നമ്മൾ കുളിപ്പിക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ പല വീടുകളിലും ഉണ്ട്, നമ്മുടെ വീടുകളിലും ഉൾപ്പെടെ. അതായത് കുട്ടിക്ക് പോകേണ്ടത് 9 മണിക്കാണെങ്കിൽ 8:45 ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. എന്നിട്ടോ ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ അത് 9 മണിക്ക് പോകണം, പെട്ടെന്നൊരു അങ്ങനെ കുളിപ്പിക്കരുത്. ആദ്യം കുളിപ്പിക്കുക, എന്നിട്ട് ഭക്ഷണം കൊടുക്കുക.
നമ്മൾ ശീലിക്കുക. അതായത് ആദ്യം കുളിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുക. ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ കുളിക്കുന്ന ഒരു പരിപാടി, ശരീരം തണുപ്പിക്കുന്ന ഒരു പരിപാടി നല്ലതല്ല, അത് ശരീരത്തിന് കേടാണ്. അത് ശ്രദ്ധിക്കുക. നോമ്പുകാരന് സുന്നത്തായ നിരവധി കാര്യങ്ങളുണ്ട്. സമയമായാൽ വേഗം തന്നെ നോമ്പ് തുറക്കുക, അല്ലേ? അത് സുന്നത്തായ, അതിനെപ്പറ്റി നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. പിന്നെ അത്താഴം കഴിക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, നിശ്ചയമായും അല്ലാഹും അവന്റെ മലക്കുകളും ആർക്കു വേണ്ടി സ്വലാത്തിലും ആർക്കു വേണ്ടി ദ്വാരക്കും? അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. അപ്പോൾ അത്രമാത്രം ശക്തിമത്തായ സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. ഈ അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ അത് അത്താഴമാകും. പക്ഷേ അത്താഴം കഴിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത്താഴം കഴിക്കുമ്പോൾ ഞാൻ സുന്നത്തായ അത്താഴം കഴിക്കുന്നു എന്ന ഒരു മനസ്സിലൊരു കരുതൽ വേണം. അല്ലാതെ ആ സമയത്ത് എഴുന്നേറ്റിട്ട് കുറച്ച് ചോറ് കഴിച്ചു, കുറച്ച് വെള്ളം കുടിച്ചു, അപ്പോൾ കഴിക്കലാകും, അത്താഴം കഴിക്കലാകും. പക്ഷെ കൂലി കിട്ടണമെങ്കിൽ എന്താവണം? നമ്മൾ കരുതണം, ഇത് സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു എന്നൊരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. തറാവിഹ് നിസ്കാരം, അതുപോലെ നോമ്പ് തുറപ്പിക്കുക, ആരെങ്കിലൊക്കെ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ഒഴിവാവുക, ഇതൊക്കെ നോമ്പുകാരന് സുന്നത്തായ കർമ്മങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റമളാനാണ്, ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ്. നമ്മളെ മരണപ്പെട്ടുപോയ വാപ്പയുണ്ടാവും, ഉമ്മയുണ്ടാവും, അവരൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യുക, അത് പ്രത്യേകം സുന്നത്താണ്. ഉമ്മമാർ വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് വേണ്ടിയൊക്കെ ഒരു യാസീൻ ഓതി ദുആ രക്കുക. പിന്നെ പരമാവധി ദുആ അധികരിപ്പിക്കുക. നോമ്പ് തുറയുടെ സമയത്തുള്ള ഒരുപാട് സുന്നത്തായ അമലുകളുണ്ട്, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ദുആ രക്കുക. ദുആ എപ്പോഴും നമ്മുടെ നാവിൽ ഉണ്ടാവണം. 24 മണിക്കൂറും ദുആ, അത് മറന്നു പോകരുത്. പ്രത്യേകിച്ച് റമളാൻ മാസമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമളാനിൻ്റെ എല്ലാ ഫർളുകളും സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിച്ച് നല്ല നോമ്പുകാരായി മാറാൻ, ഈ നോമ്പ് കൊണ്ട് നാളെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറയപ്പെട്ട സ്വലാത്ത് മറന്നുപോകണ്ട. അള്ളാഹു തആല സ്വലാത്ത് നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മഗ്‌രിബിന് ശേഷമുള്ള ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. അവരൊക്കെ എത്രയോ ആളുകളാണ് ദ്വാരക്കാൻ പറയുന്നത്. നമുക്ക് ഇപ്പോൾ പരിചയമില്ലാത്ത നാടുകളിലുള്ള പരിചയമില്ലാത്ത ആളുകൾ, എത്രയോ ആളുകളാണ് ആ സദസ്സിൽ പങ്കെടുക്കുന്നത്. റഹ്മാനെ, അള്ളാഹു ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും നീ എല്ലാവിധത്തുള്ള നിഅമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളായ ആളുകളുടെ എല്ലാവരുടെയും രോഗം നീ വേഗത്തിൽ ഷിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരുപാട് ആളുകൾ നോമ്പ് പിടിക്കാൻ പറ്റാതെ കഴിയുന്നുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, അവർക്കൊക്കെ നീ ഒരുപാട് കൂലിയും പ്രതിഫലം കൊടുക്കണം. കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നോമ്പ് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രോഗികളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ സംഭവിച്ച് അവർക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതെ കിടക്കുന്നവരാണ്. അവർക്കുമൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.